ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ ഞങ്ങൾ നേരം വെളുത്ത് നീച്ച് എല്ലാവരും പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാ ഒരു കുട്ടിയുടെ നടന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മയും മോളും ഒരു രാവിലെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെ പോണ് ഒരു പോയി. ഇനി നമുക്ക് ഇറങ്ങാം. വാ, ആ പാത്രം എടുത്തിട്ട് വാ. ലോക്ക് ചെയ്തില്ലേ? ലോക്ക് ചെയ്തല്ലോ. പാർക്കുന്നല്ല, കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതിലൊക്കെ പോവാന്ന് കുറച്ച് സമയം. എന്നിട്ട് വന്നിട്ട് മാറ്റി പോകണ്ടേ, നമുക്ക് ഇവിടെ നിന്നാൽ മതിയോ? ഇനി പോവാം. ആണ് നമ്മള് ഇന്നലെ രാത്രി കണ്ട റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, മാംഗോസ്റ്റീൻ റെസ്റ്റോറൻറ്റ്. ഞാൻ മാംഗ്രോവ് ഇന്നലെ രാത്രി പറഞ്ഞു തോന്നുന്നു, മാംഗോസ്റ്റീൻ എന്നാണ്. അടിപൊളി കേട്ടോ, കാണിക്കാൻ ഞാൻ. നല്ല ചീവീടുകളെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. ഇവിടെയൊന്നും നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ഊഞ്ഞാലാടിയത് കണ്ടോ. ഇവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടിയത്. ഇവിടെയാണ് ആ ട്രഡീഷണൽ ഹൗസ്, അവിടെയാണ് പാർക്കും കാര്യങ്ങളും എല്ലാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കണ്ട്. അവിടേക്ക് മാത്രമേ നമ്മൾ ഇന്നലെ പോയിട്ടില്ല. അവിടെ നല്ല പ്രോഗ്രാം എന്തോ നടക്കുന്നു. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതങ്ങനെ കയറാം. 2 വഴി എൻട്രൻസ് ഉണ്ട്. ആദ്യം വാ വാ. ഇവിടെ ഉണ്ട് വാഷിംഗ് ഏരിയ. ഇവിടേക്ക് ഇങ്ങനെ ടോയ്ലറ്റ്. പക്ഷെ ഇവിടെ സംഭവം സെറ്റപ്പാണ്, നല്ല നീറ്റ് ആൻഡ് റെഡി. എല്ലായിടത്തും ഭയങ്കര ക്ലീനാണ്. എവിടെ ഒരു വെള്ളത്തിൽ തുള്ളി പോലും കാണാൻ കഴിയില്ല. പിന്നെ അപ്പോഴേ ക്ലീൻ ആക്കണ കാരണം ഭയങ്കര നീറ്റാണ് എല്ലായിടത്തും. അപ്പം ഇത്രയും മരങ്ങളുള്ളൊരു ഏരിയയാണ്. പക്ഷെ അവിടെ എവിടെ നമുക്കൊരു ഇലകളോ സംഭവങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആണ് കാര്യങ്ങൾ. അതെനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ഭയങ്കര വൃത്തിയുണ്ട്. പിന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി. പിന്നെ പറയുന്നത് ഭയങ്കര പ്രൈവസിയാണ്. കാരണം ഓരോ കോട്ടേജും രാത്രിയൊക്കെ ഞങ്ങൾ കുറേ സമയം വർത്താനം പറഞ്ഞിട്ടിരുന്നു കേട്ടോ. എന്താ പറയുക, കാരണം അടുത്തുള്ളൊരു കോട്ടേജുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അടുത്തുണ്ട്, പക്ഷെ അതുമായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മൾ പൂളിലിറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് ആരും കാണുന്നില്ല. നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു പ്രൈവസി ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ എത്ര സമയം വേണമെങ്കിലും പുറത്തേക്ക് വർത്താനം പറയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇഷ്ടമായി. ഇപ്പോൾ കപ്പിളായിട്ടൊക്കെ വരാൻ പറ്റുന്നവർക്ക് നല്ല എന്താ പറയുക, നല്ല പ്രൈവസിയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ 4 പെൺകുട്ടികളാണ് വന്നത്. പക്ഷെ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ടായിരുന്നു. നമ്മൾ ഇരുന്നിട്ട് വർത്താനം പറയുക കാര്യങ്ങളും കുറേ സമയം. ഞങ്ങൾ ഇന്നലെ 1:30-2 മണി കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറിയപ്പോൾ. അപ്പോൾ അത്രയും സമയം ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട്, കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് നല്ലൊരു രസമായിരുന്നു. പിന്നെ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം നമുക്ക് അത്രയും കുറേ നാളത്തെ കാര്യങ്ങൾ ചിരിയും കളിയായിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഒരു ഫാമിലി പറയണേ ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം എന്താ പറയുക ബഫേ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിന്ന് മെനു അങ്ങനെ എന്താണെന്ന് അറിയില്ല. അത് തരുന്നതിനനുസരിച്ച് ആയിക്കൊന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് അവർ വരട്ടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് ഫുഡ് നിൽക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ അതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതിന് കൂടെ ബട്ടറും ജാമും ഉണ്ട്. പിന്നെ ഈ കട്ട് ഫ്രൂട്ട്സും ആണ് ഫസ്റ്റ് നമ്മൾ ടേബിളിൽ എത്തിയിട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് വെജിറ്റബിൾ നഗറ്റ്സ് ആണിത്. അപ്പോൾ നഗറ്റ്സും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഭയങ്കര ഒരു നല്ല കോമ്പിനേഷനായിട്ട് തോന്നി. അപ്പോൾ രാവിലെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഡയറ്റും കാര്യമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു അവർ ഫസ്റ്റ് കൊണ്ടു തന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതിലാക്കിയിട്ട് ബട്ടറും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജാമും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബട്ടർ എടുത്തിട്ടാണ് ഇതൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഈ ഒരു നെഗറ്റ്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ കഴിക്കണതൊക്കെ ഫ്രൂട്ട്സ് നല്ലതല്ലേ. അപ്പോൾ ഹാദിക്ക് ജാമ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജാമ് തേച്ച് കൊടുത്തിട്ട് അവന്, പക്ഷേ അതങ്ങനെ കഴിച്ചൊന്നുമില്ല. അവന് രാത്രി വയറിന് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചൂടത്തൊക്കെ ട്രെയിനിലൊക്കെ ഇരുന്ന് പോകുന്നുണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അവർ ഓംലെറ്റ് വേണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം ചോദിച്ചു എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ദോശ ഐറ്റംസാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം മക്കൾക്കൊക്കെ വയറിന് ഒന്നുകൂടെ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഞാനും ആദ്യം ഗീ റോസ്റ്റും മറ്റവരൊക്കെ മസാല ദോശയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാ അതാ കേട്ടാ നിങ്ങൾ ട്രിപ്പ് പോവാ? നമ്മൾ പോകണുണ്ടായതല്ലോ എൻ്റെ ഇപ്പം. നോക്കാം ഇത് കുട്ടി ചെയ്യണം. കൈ കഴുകി കൊടുക്കണം. കൈ കഴുകിയോ തന്നെ കൈ കഴുകിയോ ആ വന്നോ? സാമ്പാർ, ദോശ. ഇത് ഒരു ഇഡ്ഡലി എവിടെ പോയി? നിങ്ങൾ കട്ടെടുത്തോ? 2 ഇഡ്ഡലി പോയി. ഇത്തോനെ തകട് മസാല ദോശ. ഇപ്പം നമ്മുടെ ഗീ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത്ര നമുക്ക് ഇഡ്ഡലി. ആദിക്ക് കട്ടനാണ് കേട്ടോ ചായ. ആദി പാൽ ചായ കഴിക്കൂല, അവന് കട്ടൻ ചായയാണ് എപ്പോഴും കുടിക്കല്. ചൂടുണ്ടോ മമ്മ നോക്കാം ചൂടുണ്ടോന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ്. അപ്പോൾ വൺസ് അപ്പോൺ എ റിവർ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസ്, ഞങ്ങളെ പഴയ ഒരു ഫോട്ടോ കണ്ടത് അതൊക്കെ റിക്രിയേറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ കാണട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ബാദറ റിഷ മഠത്തിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങട്ടെ. ഇനി ഇവിടുന്ന് നേരെ മെട്രോ പിടിച്ചിട്ട് ലുലു മോൾ പോകണം എന്നാണ് വിചാരിക്കണം. അപ്പോൾ കുറച്ച് സമയം അവിടെ 4 മണിക്കാണ് നമുക്ക് ട്രെയിന്. അങ്ങനെ കുട്ടിയൊക്കെ ഇതാ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പോരാൻ തോന്നണില്ല കേട്ടോ. വീണ്ടും ഇവിടെ തന്നെ എത്തിയേക്കാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ സൈഡിലായിട്ടായിരുന്നു നമ്മുടെ കോട്ടേജ് കേട്ടോ. നാഗവല്ലി ഇതായിരുന്നു ആടുന്നു. ഞങ്ങളിതാ റിസപ്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതൊക്കെ അവിടെ വെക്കുകയെന്ന് എടുക്കല്ലേ. ഈ റിസോർട്ടിൻ്റെ ലേ ഔട്ടാണ് കേട്ടത്. ഇത്രയും ഏരിയയിലാണിത് പരന്ന് കിടക്കണേ. ഇവിടെ ഇന്ന് പൂള് ഇതാ, അതിൻ്റെ മുകളിലത്തെ ഇന്ന് നമ്മുടെ സംഭവം. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയാണ് നമ്മൾ എൻട്രി ചെയ്തത്. ഇവിടെ പാർക്കിങ്. അങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത് കേട്ടോ. പിന്നെ റിസപ്ഷൻ ഏരിയനെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു റിവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. തോണിയും കാര്യങ്ങളും. ഇവിടെയാണ് റിസപ്ഷൻ. വൺസ് അപ്പോൺ ദ റിവർ.
ഊബർ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇറങ്ങാണ് കേട്ടോ ഇവിടുന്ന്. ഫ്രണ്ടിൽ മമ്മൂട്ടി മാമനെ കൊണ്ടത് പോയി വിചാരിച്ചോ. അപ്പോൾ ഈ പാലമായിരുന്നു നമ്മൾ റിസോർട്ടിൽ ഇരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ റിസോർട്ട് കാണാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ ഇനി നമ്മൾ മെട്രോയിൽ പോകാനായിട്ട് പോവാണ്. നമുക്ക് ലുലു മാളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ആലുവ മെട്രോൻ്റെ അവിടെയുള്ള ഒരു ജ്യൂസ് ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഷേക്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വിശക്കും. അപ്പോൾ എന്തെങ്കിലും നമുക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷേക്കുകളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു റിഫ്രഷ് ആവുകയും ചെയ്യും, എന്നാൽ വയറും നിറയുന്നുള്ളതുകൊണ്ട് നമ്മൾ ഷേക്കുകളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും ഹാദിയും ഷെഹീറയൊക്കെ ഓർഡർ ചെയ്തത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, അത് സൂപ്പർ ആയിരുന്നു ആ ഷേക്ക്. പിന്നെ അവർ രണ്ടുപേരും ഓർഡർ ചെയ്തത്, നമിത സാൻഡ്രയും ഓർഡർ ചെയ്തത് അവർ മാംഗോ ഷേക്കാണ് അവർ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സാന്ദ്ര പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രം ബാക്കിയായി. ഇനി കുറച്ചു നേരം ലുലു മോളിലൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങട്ടെ. സാന്ദ്ര കുട്ടീനെ കൊണ്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഓള് വീട്ടിൽ പോയി. ഇനി ലുലു മോൾ. ഇതാണ് നമ്മളെ ചെക്കൻ, നമിതന്റെ ബ്രദർ, അനിയൻ. അപ്പോൾ അതാണ് നമിതൻ്റെ അനിയൻ. ഞങ്ങൾ മണിക്കുട്ടൻ എന്നാണ് അവനെ വിളിക്കുക. അവൻ്റെ പേര് നവനീത് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് അവിടുന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ട്രോളിയിൽ ഇരുത്തി. കാരണം രണ്ടാളും ആദ്യമൊക്കെ നടന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കാൻ വയ്യ, മമ്മ എടുക്കുമെന്ന് കഴിയും. അപ്പോൾ എനിക്കവനെ എടുക്കാനും വയ്യ. അപ്പോൾ ഞങ്ങൾ ലഗേജ് അവിടെ ഒരു അടുത്ത് ഏൽപ്പിച്ചു. ലുലു മോളിനെ താഴെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഞങ്ങൾ യോഗേട്ടാണ് വാങ്ങിച്ചത്. ആദ്യം ഞങ്ങൾ യോഗേട്ട് വാങ്ങിച്ചത്. അതാകുമ്പോൾ വയറിനും കേടില്ല, നല്ല സാധനമല്ലേ യോഗേട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഒരു സ്ട്രോബെറീൻ്റെ യോഗേട്ട് വാങ്ങിച്ചു. പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റം കഴിക്കാനെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിട്ടോ. അപ്പോൾ
അപ്പോഴാണ് ഞങ്ങളവിടെ ശ്രദ്ധിച്ചത് അവിടെ ഒരു ലൈവായിട്ടുള്ള ഫുഡ് സ്റ്റോൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എനിക്കും ഹാദിക്കും 3 ഇടിയപ്പം, പിന്നെ നമ്മളെ നൂലപ്പം, പിന്നെ ഷഹീറ വെള്ളപ്പം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമിത അവനും കൂടെ ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയായിട്ടോ കഴിച്ചത്. അപ്പോൾ ബ്രോസ്റ്റും ഇതൊക്കെ കൂടെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതങ്ങ് കഴിച്ചു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾ ഇതാക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇതാണ് കഴിച്ചത്. കാരണം വേറെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത കുട്ടികൾക്ക് വയറിന് പ്രശ്നമാകുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞങ്ങളിതാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും മെട്രോയിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് തിരിച്ച് എറണാകുളം സൗത്തേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് തിരിച്ചുള്ള ട്രെയിന്. അപ്പോൾ ഈ ഒരു സമയത്ത് മണി ഞങ്ങളോട് ബൈ ബൈ പറഞ്ഞിട്ട് പോയി. കാരണം മണി അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോർട്ടിൽ. ഓനുവിൻ്റെ പോലെ LLB-നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും മെട്രോ കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ ചെയ്യുന്നു. കാരണം ട്രെയിനിനുള്ള ടൈം എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു 5 മിനിറ്റുള്ളൂ. പക്ഷേ ട്രെയിൻ ഏതായാലും ട്രെയിന് പോയി വിചാരിച്ച് ഞങ്ങൾ വന്നു. ഏതായാലും ഓടി വന്നു. ട്രെയിന് പോയിട്ടില്ല, വരുന്നുണ്ട്. ജസ്റ്റ് അവിടെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് കരുതാം. ഇനി ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ മതിയായിരുന്നു. നോക്കിക്കോ. ആദ്യം ഓടരുത്. ഇവിടെ അൽഹംദുലില്ലാ ട്രെയിൻ കിട്ടി. ഞങ്ങൾ മെട്രോയിൽ കയറി ടൈം അങ്ങനെ വെയിറ്റ്. ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഫുഡ് എടുത്ത് വന്നു. അത് പാക്ക് അല്ലെങ്കിൽ ബില്ലടിച്ച് വന്നപ്പോഴത്തേക്കും കുറേ ടൈമായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് മെട്രോ കയറിയപ്പോൾ ഇങ്ങനെ 51-ന് ഇത് വരും എന്നാണ് പറഞ്ഞത് ട്രെയിൻ. പക്ഷേ ഞങ്ങൾ 52 ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഓടിയിട്ട് വന്ന കുട്ടികളെ കൊണ്ട് ബാഗ് ലഗേജ് ഉണ്ട്, അതിനൊന്നും എടുത്തിട്ട് ഓടാനും വയ്യല്ലോ. ഏതായാലും ട്രെയിന് കിട്ടി. അപ്പോൾ സീറ്റുകളൊക്കെ ഒഴിവാണ്. ഞങ്ങൾ സീറ്റ് റിസർവ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോയപ്പോൾ പോലെയല്ല, പോയപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല, സീറ്റുകളൊക്കെ ഒഴിവാണ്. കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, നമിത അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ സേഫാണ് അൽഹംദുലില്ലാ. ഇനി എന്തായാലും നമുക്ക് തിരൂരെത്തണം. അപ്പോൾ അത് ഫ്രണ്ട്സ് നമ്മൾ പോന്നിട്ട് കുറേ ദൂരം പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ചാർജില്ല. അപ്പോൾ നാട്ടിലെത്തുമ്പോഴത്തേക്കും ഉപ്പാനെ വിളിക്കാനും കാര്യത്തിനൊക്കെ നമുക്ക് ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ സാന്ദ്ര പോയി, ഞങ്ങളിനി ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, അതിനെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. അതുവരേക്കും ബൈ ഫ്രം കിങ് കോബ്രാസ്. ബൈ.